വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ജനങ്ങൾ കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങ് കാണുകയും ചെയ്യുമ്പോൾ. അൽ നാസ് എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കാഫിറൂൻ എന്നോ മുശ്രിക്കീൻ എന്നോ ആരെയും എടുത്ത് പരാമർശിച്ചിട്ടില്ല. അതിനർത്ഥം അന്ന് ഇസ്ലാമിലേക്ക് വകഭേദങ്ങളില്ലാതെ ആളുകൾ കടന്നു വന്നു എന്നാണ്. കൂട്ടം കൂട്ടമായി ഇതുവരെ ആരും കീഴ്പ്പെടുത്താത്ത അബ്രഹത്തിന്റെ ഗജപ്പോരാളികൾ കൂപ്പുകുത്തിയ കഅബ നബിക്ക് കീഴിൽ വന്നിരിക്കുന്നു. നാസ് എന്നത് ഇൻസാൻ എന്ന പദത്തിൽ നിന്നും വന്നതാണ്. അതായത് മനുഷ്യൻ. മാനവികതയും മാനുഷിക പരിഗണനയും വെച്ച് പുലർത്തുന്നവനാണ് മനുഷ്യൻ. മറ്റുള്ളവരെയും മനുഷ്യരായി കാണാൻ സാധിക്കുന്നവനാണ് മനുഷ്യൻ. അവനെയാണ് ഇൻസാൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അറിവ് മികച്ചാൽ മനുഷ്യൻ മാലാഖമാരേക്കാൾ ഉന്നതനാവും. വികാരം മികച്ചാൽ അവൻ മൃഗത്തേക്കാൾ അധമനാകും. അഫ്വാജ്, കൂട്ടങ്ങൾ എന്നർത്ഥം. അതുവരെ ഒറ്റയ്ക്കും അല്ലാതെയും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നിരുന്നെങ്കിൽ അന്ന് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു. മക്കയും കഅബയും അന്ന് സമ്പൂർണ്ണ ശുദ്ധി കൈവരിച്ചു. ഇനി വേണ്ടത് ആന്തരിക ശുദ്ധീകരണമാണ്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ സഹായവും വിജയവും കൈവന്നാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത് അങ്ങ് കാണുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, അവനെ സ്തുതിക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. എത്ര വലിയ വിജയവുമാകട്ടെ, എത്ര ഉന്നതമായ സ്ഥാനങ്ങളിലുമാകട്ടെ, എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അവന്റെ ഔദാര്യമായി ലഭിച്ച സഹായത്താലാണ്. അതുകൊണ്ട് അഹങ്കരിക്കരുത്, അഹന്ത നടിക്കരുത്.